കോഴിക്കോട് സ്വദേശി ദീപക് ജീവനൊടുക്കിയ കേസിൽ ഷിംജിത മുസ്തഫയുടെ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുകയാണ് കുന്നമംഗലം 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി. കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപകിന്റെ ആത്മഹത്യാ കേസ് ബന്ധപ്പെട്ടുകൊണ്ട് ഷിംജിതയുടെ ജാമ്യ ഹർജി റദ്ദാക്കിയിരിക്കുകയാണ് കോടതി. അതെന്തായാലും കലക്കി. ഈ ഒരു ഷിംജിതയ്ക്ക് ഇപ്പോൾ ഈ പറയുന്ന ജാമ്യം കൊടുത്തിരുന്നെങ്കിൽ ഇത്രയും നാൾ ദീപക്കിനൊരു ന്യായവും നീതിയും കിട്ടാനായിട്ട്, ആരും പോലും ഇല്ലാത്ത ദീപക്കിന്റെ അച്ഛനും അമ്മയ്ക്കും, ആരുമില്ലാത്ത ദീപക്കിന്റെ ആ ഒരു കുഞ്ഞിനും നീതി കിട്ടാൻ വേണ്ടി ഇത്രയും നാൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇത്രയും ഇതായിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്ന നമ്മൾ മണ്ടന്മാരായി പോയാനെ. ഈ പറയുന്ന ഷിംജിതയ്ക്ക് എങ്ങാനും ജാമ്യം കൊടുത്തിരുന്നെങ്കിൽ എന്തായാലും അത് കലക്കി ജാമ്യം കൊടുക്കാത്തത്. ഈ ഒരു സമയത്ത് എനിക്ക് സംസാരിക്കാനുള്ളത് മറ്റൊരാളോടാണ്, നമ്മുടെ ചെകുത്താൻ. സോഷ്യൽ മീഡിയയിൽ വലിയ എന്തോ ഒരു കൊണാണ്ടറാണെന്നാണ് പുള്ളിക്കാരൻ്റെ വിചാരം. എന്തൊക്കെയാണ് ഷിംജിതയെ പറ്റി പറഞ്ഞത്, പുള്ളിക്കാരത്തി അങ്ങ് പുഷ്പിച്ച് ഒരു പുണ്യാളത്തി ആക്കി വെച്ചിരിക്കുകയായിരുന്നു. ഈ പറയുന്ന ബസ്സിലും ട്രെയിനിലും കാറിലൊക്കെ പെൺപിള്ളേരെ തൊടാനും പിടിക്കാനൊക്കെ പോകുന്നവന്മാരെല്ലാവരും ഒരു ബാഗും കൊണ്ടായിരിക്കും പോകുന്നത്. ബാഗ് എടുത്ത് പൊക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും അവർ സ്ത്രീകളെ കയറി പിടിക്കാനൊക്കെ പോകുന്നതെന്ന്. സാമാന്യം മര്യാദയുള്ള ഏതാൾക്കും മനസ്സിലാക്കാൻ പറ്റും എൻ്റെ ചെകുത്താനെ. ഒരാൾ ഇൻറ്റൻഷനോട് കൂടിയാണോ അല്ലെങ്കിൽ അറിയാതെയാണോ കയറി പിടിക്കാൻ നിൽക്കുന്നതെന്നോ, അല്ലെങ്കിൽ അറിയാണ്ട് ഈ പറയുന്ന കയ്യോ കാലോ ഒക്കെ അടുത്ത് നിൽക്കുന്ന ആളുടെ ദേഹത്ത് കൊണ്ടതാണോ അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് പിടിച്ചതാണോ എന്നൊക്കെ സാമാന്യം മര്യാദ ഉള്ള ഒരാൾക്ക് കണ്ടാൽ മനസ്സിലാവും. ചെകുത്താൻ കയറി അങ്ങ് പുണ്യാളത്തിയാക്കാനൊന്നും നോക്കണ്ട. ഇന്നലെ എന്തൊക്കെയാണ് പറഞ്ഞു വന്നത്, ആ ഒരു ദീപക് എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ ഫാമിലിയെയും ഈ പറയുന്ന ദീപക്കിന് വേണ്ടി സംസാരിക്കുന്ന ഇത്രയും സോഷ്യൽ മീഡിയ റിവ്യൂവേഴ്സിനെയും എല്ലാവരെയും അടച്ച് ആക്ഷേപിക്കുന്ന രീതിയിലാണ് ചെകുത്താൻ ഈ ഒരു വീഡിയോ പങ്കുവച്ചിരുന്നത്. എന്തൊക്കെയാണെങ്കിലും ഇപ്പം സമാധാനമായല്ലോ, എല്ലാവർക്കും സമാധാനമായല്ലോ. ഈ ഒരു ജാമ്യ ഹർജി കൊടുത്തിരുന്നെങ്കിൽ നമ്മളെല്ലാവരും ഇത്രയും നാൾ ഈ ഒരു കേസിന് വേണ്ടി സംസാരിച്ചിരുന്ന എല്ലാവരും ഒരു മണ്ടന്മാരെ പോലെ ആയിപ്പോയാൻ. എന്തൊക്കെയാണെങ്കിലും ഈ ഒരു സമയത്ത് ഒരുപാട് സന്തോഷം ജാമ്യ ഹർജി കൊടുക്കാത്തതിൽ. ഇനിയും ഈ പറയുന്ന മേൽക്കോടതികളെ ബന്ധപ്പെടുന്ന സമയത്ത് അവിടെ ഈ പറയുന്ന ജാമ്യ ഹർജി കൊടുക്കരുത്, ഇതിന് വേണ്ടപ്പെട്ടൊരു ശിക്ഷ തന്നെ കൊടുക്കണം. ഇത്തരത്തിൽ ചെയ്യാനായിട്ട് ഇനി ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ഇത്തരത്തിൽ ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ റീച്ചോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളോ ആഗ്രഹിക്കുന്ന പെൺകുട്ടികൾക്കോ ആൺകുട്ടികൾക്കോ ഇതൊരു വാണിംഗ് ആയിരിക്കണം. ഇത് ചെയ്യാതിരിക്കാനായിട്ടുള്ള, ഈ സോഷ്യൽ മീഡിയയിൽ ഇത്രയും വലിയൊരു സ്കാം ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന എല്ലാവർക്കും കൊടുക്കേണ്ട ലാസ്റ്റ് ആൻഡ് ഫൈനൽ വാണിംഗ് ആയിരിക്കണം ഈ ഒരു കേസിൽ ഷിംജിതക്ക് കൊടുക്കേണ്ട ഈ ഒരു ശിക്ഷ.